പൊതുവെ നമ്മളുടെ ഇടയിൽ മൈഗ്രെയിനും സൈനസൈറ്റിസും ഒന്നായിട്ടാണ് പറയപ്പെടുന്നത്. ഡോക്ടർ, ഈ മൈഗ്രെയിനും സൈനസൈറ്റിസും ഒരേ ലക്ഷണങ്ങളാണോ കാണിക്കുന്നത്? പൊതുവെ നമ്മളുടെ ഇടയിൽ മൈഗ്രെയിനും സൈനസൈറ്റിസും ഒന്നായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് മെഡിക്കൽ സൈഡിലല്ല, പബ്ലിക്കിൻ്റെ സൈഡിൽ മൈഗ്രെയിൻ ആണെങ്കിലും സൈനസൈറ്റിസ് ആണെങ്കിലും സൈനൈറ്റിസ് എന്ന് പറഞ്ഞ് പലവരും വരാറുണ്ട്. എന്നാൽ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. സൈനസ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന എയർ ഫിൽഡ് ക്യാവിറ്റീസ് അഥവാ സ്പേസസ് ആണ്. ഈ സ്പേസസിൽ വരുന്ന ഇൻഫെക്ഷൻ ആ സൈനസിൻ്റെ വെന്റിലേഷൻ ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥയിൽ വരുന്ന ഒരു ഹെഡേക്കാണ് സൈനോജനിക് ഹെഡേക്ക് അല്ലെങ്കിൽ സൈനസൈറ്റിസ് മൂലമുള്ള ഹെഡേക്ക്. യൂഷ്വലി നമ്മുടെ നെറ്റി ഭാഗത്തുള്ള ഫ്രോണ്ടൽ സൈനസ് ബ്ലോക്ക് ആവുമ്പോൾ അതിനൊരു ഓഫീസ് അവേഴ്സിലുള്ള ടൈപ്പ് ഹെഡേക്ക്, അതായത് യൂഷ്വലി ഒരു രാവിലെ 10 മണി ആകുമ്പോഴേക്കും പതിയെ തലവേദന കൂടി കാഠിന്യത്തിലോട്ട് വരുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും കുറഞ്ഞു പോകുന്നു. ഈ ഒരു പാറ്റേണിലുള്ള ഹെഡേക്ക് ആയിരിക്കും കാണുന്നത്. ഒപ്പം തന്നെ മൂക്കടപ്പ്, മൂക്കിൽ നിന്നുള്ള ഡിസ്ചാർജ്, മൂക്കിൽ നിന്ന് കഫം പുറത്തോട്ട് അകത്തോട്ട് ബാക്കിലോട്ട് വരുന്ന അവസ്ഥ, ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. അതേസമയം മൈഗ്രെയിൻ ആണെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ത്രൂ ഔട്ട് ദ ഡേ ദിവസം മുഴുവനും തലവേദന ഉണ്ടായിരിക്കും, വിങ്ങലുണ്ടാകും, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ലൈറ്റ്, സൗണ്ട്, സ്മെല്ല് ഇതെല്ലാം പേഷ്യൻറ്റിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. പിന്നെ ഇവർക്ക് ട്രിഗർ ചെയ്യുന്ന പല ഫാക്ടേഴ്സ്, അതായത് മൈഗ്രെയിൻ പേഷ്യൻസിന് പലതും ട്രിഗർ ചെയ്യുന്നത് വെയിൽ, ഉറക്കം നിൽക്കൽ, വിശന്നിരിക്കൽ, ദൂരയാത്ര, സ്ക്രീൻ ടൈം, ഇതെല്ലാം മൈഗ്രെയിൻ ട്രിഗർ ചെയ്യും.